CPM-ന്റെ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് വിലയിരുത്തുകയാണ് തങ്ങൾക്ക് തുടർ ഭരണം കിട്ടുമെന്ന്. അത്ര കോൺഫിഡൻസ് ആണോ CPM-ന്? അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, CPM-ന് എല്ലാ ബൂത്തുകളിലും പാർട്ടി സംവിധാനമുള്ള പാർട്ടി CPM ആണ്. കോൺഗ്രസ് പിന്നെ ഒരു ആൾക്കൂട്ടമാണ്. BJPക്ക് പോലും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട, BJP വിലയിരുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ എത്ര സ്ഥലങ്ങളിൽ, എത്ര മണ്ഡലങ്ങളിൽ BJPക്ക് 100% അല്ലെങ്കിൽ എല്ലാ ബൂത്തുകളിലും ബൂത്ത് കമ്മിറ്റികളുണ്ട് എന്നത് വലിയ പ്രശ്നമാണ്. ഒരു സംഘടനാ ദൗർബല്യം BJPക്കുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സാധ്യതകളെ ഒരളവ് വരെ ബാധിച്ചിട്ടുമുണ്ട്. എനിക്ക് നേരിട്ടറിയാൻ പ്രിയ, BJP സ്ഥാനാർത്ഥികളുടെ, NDA സ്ഥാനാർത്ഥികളുടെ അഭ്യർത്ഥന വിതരണം ചെയ്തിട്ടില്ലാത്ത ബൂത്തുകൾ കേരളത്തിലുണ്ട്. അവിടെയാണ് CPM-ൻ്റെ സംഘടനാ സംവിധാനത്തെ നമ്മൾ കാണേണ്ടത്. അവർക്ക് എല്ലായിടത്തും ഉണ്ട്. പക്ഷേ അവരുടെ കണക്കുകൾ വളരെ കൃത്യമായിരിക്കും. വോട്ടർ പട്ടിക വെച്ചിട്ട് എത്ര വോട്ട് ചെയ്തു, അതിൽ അവരുടെ എത്ര, മറ്റുള്ളവരുടെ എത്ര, വോട്ട് ചെയ്യാത്തത് എത്ര, ഇങ്ങനെ ബൂത്ത് തലങ്ങളിൽ നിന്ന് റിപ്പോർട്ടുണ്ടാക്കി മുകളിലേക്ക് കൊടുക്കുന്നൊരു സംവിധാനം CPM-നുണ്ട്. പണ്ടൊക്കെ അത് കൃത്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനകത്ത് കുറേ മാനിപ്പുലേഷൻ വരും. എന്നറിയോ? അതത് പ്രദേശത്തെ വോട്ട് പോയി എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്താൽ മുകളിൽ നിന്ന് പണി കിട്ടും എന്ന് ഓർത്തിട്ട് വ്യാജമായി എഴുതി ഉണ്ടാക്കും. അങ്ങനെ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും ഒക്കെ ഇങ്ങനത്തെ വ്യാജ കണക്കുകൾ കൊടുത്തിട്ട് അബദ്ധം പറ്റിയിട്ടുണ്ട് CPM-ന്. പക്ഷേ നമ്മൾ 2 ദിവസം മുമ്പ് ഒരു വീഡിയോയിൽ നമ്മുടെ ഒരു സർവേ, ഒരു വിലയിരുത്തൽ വെച്ചിട്ട് പറഞ്ഞു നമ്മൾ CPM-ന് ഭരണം കിട്ടാൻ സാധ്യതയുണ്ട്. 70 സീറ്റുകൾ CPM-ന് കിട്ടും എന്നാണ് നമ്മൾ കണക്ക് പറഞ്ഞത്. അതിൽ നമ്മൾ പറഞ്ഞത് ഇങ്ങനെയാണ്: CPM 77 സീറ്റ് മത്സരിക്കുന്ന CPM 51 സീറ്റുകളിൽ ജയിക്കും. അത് CPM-ൻ്റെ കഴിഞ്ഞ 4 തിരഞ്ഞെടുപ്പുകളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് ശരാശരി LDFന് 60 സീറ്റുകളാണ്. അതിൽ CPM തനിച്ച് 51 സീറ്റ് നേടും എന്നാണ് നമ്മൾ പറഞ്ഞത്. അതായത് ആ സ്ട്രൈക്ക് റേറ്റിൻ്റെ തൊട്ടടുത്ത 60 എന്ന് പറയുന്നത്, 60 UDFന് ശരാശരി 40 സീറ്റുകളും LDFന് ശരാശരി 60 സീറ്റുകളും കിട്ടും. അതാണ് കഴിഞ്ഞ 4 തിരഞ്ഞെടുപ്പുകളുടെ പാറ്റേൺ, 4 നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ പാറ്റേൺ. അത് മറികടന്ന് UDFന് ജയിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ CPM-ന് തനിച്ച് അവർ മത്സരിക്കുന്ന 77 സീറ്റുകളിൽ 51 സീറ്റുകൾ വിജയിപ്പിക്കാൻ കഴിയും എന്ന് പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടല്ലോ? അപ്പോൾ അതായത് LDF വിജയത്തിനടുത്താണ്, അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിനടുത്തെത്തുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ നമ്മൾ പറഞ്ഞു CPI 21 സീറ്റിൽ മത്സരിക്കുന്ന CPIക്ക് 7 സീറ്റുകളിലെ സാധ്യതയുള്ളൂ. കേരള കോൺഗ്രസ് 12 സീറ്റുകളുള്ള കേരള കോൺഗ്രസ് 3 സീറ്റുകൾ ജയിക്കും. ISJD 3-ൽ മത്സരിക്കുന്നു, 1 നേടും. NCP, RJD തുടങ്ങിയവർ 6 സീറ്റുകളിൽ മത്സരിക്കുന്നു, 1 ജയിക്കാൻ സാധ്യതയില്ല. കേരള കോൺഗ്രസ് ഗണേഷ് കുമാർ മാത്രം ജയിക്കും. RSPL ജയിക്കില്ല, 1 സീറ്റുള്ളത് പോകും. INL 1 സീറ്റുള്ളത് നിലനിർത്തും. പിന്നെ കോൺഗ്രസ് എസിന് നിലവിലുള്ള ഏക സീറ്റ്, കടന്നപ്പള്ളിയുടെ സീറ്റ് നഷ്ടപ്പെടും. പിന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ അത് 64 സീറ്റുകളാണ്. പക്ഷേ CPM മുന്നണി ഒരു 14 സ്വതന്ത്രന്മാരെ മത്സരിപ്പിച്ചിട്ടുണ്ട്. അതിൽ 6 പേർ ജയിച്ചു വരും. അങ്ങനെ 70 എന്നുള്ള മാജിക് നമ്പറിലേക്ക്, മാജിക് നമ്പർ അല്ല, കാരണം 71 കിട്ടും അല്ലേ? അപ്പോൾ 70 സീറ്റുകളിലേക്ക് CPM വരും എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കിട്ടാൻ പോകുന്നൊരു മുന്നണി, സീറ്റുകൾ കിട്ടാൻ പോകുന്ന മുന്നണിയായിട്ട് LDF മാറും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ വീഡിയോ നമ്മുടെ പ്രേക്ഷകരെല്ലാം കണ്ടു. ആ പ്രേക്ഷകർക്ക് ഈ പാർട്ടികളുടെ എണ്ണം പറഞ്ഞപ്പോഴത്തേക്ക് അത് 64 ഉള്ളൂ, 70 ആവുന്നില്ലല്ലോ എന്ന് ചോദിച്ചവരുണ്ട്. പക്ഷേ 14 സ്വതന്ത്രന്മാരുണ്ട്, അതിൽ 6 പേർ കൂടി ജയിച്ചു വരുമെന്ന് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. തുടക്കത്തിലേ നമ്മൾ പറഞ്ഞു. പിന്നീട് പാർട്ടി തിരിച്ചു പറഞ്ഞപ്പോൾ നമ്മൾ പാർട്ടികളുടെ മാത്രമേ പറഞ്ഞുള്ളൂ. ഇപ്പോൾ 14 സ്വതന്ത്രന്മാരിൽ ഈ 6 പേരാണ് CPM-നെ ഭരണത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത്, അതിലൊരു 5 സീറ്റുകൾ വരെ കുറയാമെന്നും പറഞ്ഞു. അങ്ങനെ വന്നാൽ 65 സീറ്റാവും. UDFൽ 92 സീറ്റുകളിലാണ് കോൺഗ്രസ് ഭരിക്കുന്നത്. അവർക്ക് 46 സീറ്റുകൾ നേടാൻ പറ്റും എന്ന് നമ്മൾ പറഞ്ഞു. ഈ കണക്കുകൾ ഞാൻ ആവർത്തിക്കുകയല്ല. എന്തുകൊണ്ട് വീണ്ടും പ്രിയപ്പെട്ട പ്രേക്ഷകരെ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ കണക്കുകൾ ആവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ 2 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. അതായത് കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ പോകുന്നത് സ്വതന്ത്രന്മാരാണ്. LDFൻ്റെയും UDFൻ്റെയും സ്വതന്ത്രന്മാർ. LDFൽ മത്സരിക്കുന്ന 14 സ്വതന്ത്രന്മാരിൽ 6 പേർ ഭരണം തീരുമാനിക്കുന്നവരായിട്ട് മാറും. ഇവരിൽ UDFന് 5 സ്വതന്ത്ര സ്ഥാനാർത്ഥികളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ 14-ലെ ഈ 6 പേർ നിർണായക ഘടകമായി മാറും. അങ്ങനെ ഇവർക്കാകെ കിട്ടാവുന്നത് പരമാവധി വന്നാൽ 65 സീറ്റുകളാണ് UDFന് നമ്മൾ പറഞ്ഞത്.
ഈ 65 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ കുറയാം. അങ്ങനെ വരുമ്പോൾ ബി ജെ പിക്ക് ഒരു പക്ഷേ ഒരു 2 ഡിജിറ്റ് 2 അക്ക സംഖ്യ കടക്കുന്ന MLA-മാരെ നേടാൻ കഴിയും. അതല്ല എങ്കിൽ 5 സീറ്റുകൾ കിട്ടുമെന്നാണ് നമ്മൾ പറഞ്ഞത്. മിനിമം 5 സീറ്റുകൾ, ചിലപ്പോൾ അത് 14 സീറ്റുകൾ വരെ ആകാം എന്നായിരുന്നു നമ്മളുടെ ഒരു വിശകലനം. അപ്പോൾ ആ വിശകലനം ഏതാണ്ട് അതിനോട് അടുത്താണ് CPM പറയുന്നത്. ഞങ്ങൾക്ക് ഭരണം കിട്ടും, ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടാൻ പോകുന്നതെന്ന് CPM പറയുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞ 6 സ്വതന്ത്രന്മാരുടെ കാര്യം പറഞ്ഞില്ല. അപ്പോൾ 6 സ്വതന്ത്രന്മാർ നിർണായകമാണ്. 6 സ്വതന്ത്രന്മാരാണ് കേരളത്തിൽ LDF-ന് മുന്നിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ സാങ്കല്പികമായൊരു ചോദ്യമുണ്ട്. 70 സീറ്റുകൾ LDF, 65 സീറ്റുകൾ UDF, 5 സീറ്റുകൾ 14 എന്നുള്ള വിടുക, 5 സീറ്റുകൾ BJP. സ്വാഭാവികമായും എന്ത് സംഭവിക്കും? തൂക്കസഭ വരുമോ? ആണല്ലോ. തൂക്കസഭ വരുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഇപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉറപ്പിച്ച് പറയാൻ പോകുന്നു, LDF-ൻ്റെ സർക്കാർ വരും. എങ്ങനെയാണ്? തൂക്കസഭയിലൂടെയോ? തൂക്കസഭ വരില്ല, ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഭരണഘടന ചുമതല വഹിക്കുന്ന ഒരാളുണ്ട്, ഗവർണർ എന്ന് പറയും, മുകളിൽ ഒരാൾ ഇരിപ്പുണ്ട് എന്ന് പറയുന്നത്. ഗവർണറെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടുന്ന കക്ഷിയെ നിയമപരമായി ഭരണഘടനാപരമായി മന്ത്രിസഭ ഉണ്ടാക്കാൻ ക്ഷണിക്കണം. അപ്പോൾ സ്വാഭാവികമായും ആ വിളി ചെല്ലാൻ പോകുന്നത് LDF-നാണെന്ന് പറയാം. പക്ഷേ ഞാൻ LDF എന്നത് മാറ്റി വെച്ചിട്ട് ഞാൻ പറയും, ഇനിയിപ്പോൾ ഈ സ്വിച്ചിങ് ഇതൊന്ന് മാറിയിട്ട് 70 സീറ്റുകൾ UDF-നാണ് കിട്ടുന്നിരിക്കട്ടെ. നമ്മൾ 65 പറഞ്ഞത്, 5 അവർക്ക് കൂടുതൽ കിട്ടി, 70 കിട്ടാൻ പോകുന്നത് UDF-നാണ് എന്നിരിക്കുക. LDF-ന് 65 സീറ്റുകളേ ഉള്ളൂ. ഞാൻ പറയും അപ്പോഴും ചിലപ്പം ഇടതുപക്ഷ അധികാരത്തിൽ വരും. അതെങ്ങനെ? സ്വാഭാവികമായൊരു ചോദ്യമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരു വൈൽഡ് തോട്ടെന്ന് പറയരുത്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുകളിലിരിക്കുന്ന ആൾ പ്രസക്തനാവുന്നത്. കാരണം നമ്മളുടെ ഈ കണക്കനുസരിച്ച് 92 സീറ്റുകൾ, എന്തുകൊണ്ട് ഇത്തവണ കോൺഗ്രസ് 92 സീറ്റുകളിൽ മത്സരിച്ചു? CPM 77 മത്സരിച്ചപ്പോൾ കോൺഗ്രസ് 92 സീറ്റുകളിൽ മത്സരിച്ചു. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി അവർക്ക് മാറണം എന്നുള്ളതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ 46 സീറ്റിനപ്പുറത്തേക്ക് കോൺഗ്രസ്സിന് കിട്ടാൻ സാധ്യതയില്ല. ഇപ്പുറത്തോ 51 സീറ്റുകൾ CPM-ന് കിട്ടും. നമ്മുടെ ഭരണഘടനാ വ്യവസ്ഥ അനുസരിച്ച് മുന്നണിയൊന്നുമില്ല, ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടുന്ന പാർട്ടിയാണ് ഗവർണർ ക്ഷണിക്കേണ്ടത്. അപ്പോൾ 65 സീറ്റുകൾ ഐക്യജനാധിപത്യ മുന്നണിക്ക് കിട്ടിയാലും ഏറ്റവും കൂടുതൽ MLA-മാരുള്ള പാർട്ടി CPM ആണെങ്കിൽ CPM-ൻ്റെ പ്രതിനിധിയായിട്ട് പിണറായി വിജയനെ ഗവർണർ സത്യപ്രതിജ്ഞയ്ക്ക് വിളിച്ചാൽ എങ്ങനെയിരിക്കും? മന്ത്രിസഭ ഉണ്ടാവും. പക്ഷേ ഭൂരിപക്ഷം തെളിയിക്കണ്ടേ? മന്ത്രിസഭ ഉണ്ടാവണം അല്ലേ? ഫ്ലോറിൽ തെളിയിച്ചാൽ മതി. ഫ്ലോറിൽ തെളിയിക്കാൻ ഒരു 10 ദിവസം വരെയൊക്കെ കിട്ടും. അപ്പോൾ ഭരണം വീണ്ടും ഇടതുപക്ഷത്തിന് കിട്ടുകയും 5 സീറ്റിൻ്റെ ഗ്യാപ്പ് ഉണ്ടായിരിക്കുകയും ഫ്ലോറിൽ അത് തെളിയിച്ചാൽ മതിയാകും എന്ന് വരുന്ന ഒരു സാഹചര്യത്തിൽ UDF-ലെ എല്ലാ കക്ഷികളും ഒറ്റക്കെട്ടായി അവിടെ നിൽക്കും എന്ന് കരുതുന്നുണ്ടോ? ഇല്ല, ചിലപ്പോൾ ലീഗ് വരെ ഇടതുപക്ഷത്തേക്ക് പോവാം. അപ്പോൾ LDF സർക്കാർ ഉണ്ടാക്കും എന്ന് പറയുന്നതിനകത്ത് അതിശയോക്തിയൊന്നുമില്ല. ഇല്ല, വേണ്ട, കേരള കോൺഗ്രസ് പോയാലും മതിയാകുമല്ലോ. ഞാൻ പറഞ്ഞു വെക്കുന്നത് 70 സീറ്റുകൾ UDF-ന് കിട്ടിയാൽ പോലും, അല്ലെങ്കിൽ 71 കിട്ടിയെന്നിരിക്കട്ടെ, കിട്ടിയാൽ പോലും ചിലപ്പോൾ സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നത് CPM. കാരണം സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയായിട്ട് CPM വരുമെന്നാണ് ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പിലെ എല്ലാ വിശകലനങ്ങളും. ഈവൻ മലയാള മനോരമ പോലും വരികൾക്കിടയിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്, ഏറ്റവും കൂടുതൽ MLA-മാർ ജയിക്കാൻ പോകുന്നത് CPM-ൻ്റെയാണ്. അപ്പോൾ സ്വാഭാവികമായും ഗവർണർ CPM-ൻ്റെ നേതാവിനെ മന്ത്രിസഭ ഉണ്ടാക്കാൻ ക്ഷണിച്ചാലോ? ഇതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട്. ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, 3 വർഷം കൂടെ കഴിയുമ്പോൾ രാജ്യം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് പോകും. നരേന്ദ്രമോദി സർക്കാർ, 3ാം മോദി സർക്കാർ 4ാമത് ജനവിധി നേടാൻ പോവുകയാണ്. അപ്പോൾ കേരളത്തിൽ ഒരു പുതിയ കോൺഗ്രസ് സർക്കാർ ഉണ്ടാവുന്നത് ഗുണകരമാണ്. BJP സംബന്ധിച്ച് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന BJPക്ക് കേരളത്തിൽ ഒരു സർക്കാർ കൂടെ ഉണ്ടായി തെലങ്കാനയ്ക്കും ഹിമാചൽ പ്രദേശിനും കർണാടകയ്ക്കും പുറമെ കേരളത്തിൽ കൂടി ഒരു സർക്കാർ ഉണ്ടാവുകയും കേന്ദ്ര പാർട്ടിയെ, അതായത് AICCയെ സാമ്പത്തികമായി തെരഞ്ഞെടുപ്പിന് ഫണ്ടുണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്റ്റേറ്റായി കേരളത്തിലെ സർക്കാരിനെ മാറ്റിയെടുക്കാൻ BJP ആഗ്രഹിക്കുമോ? സാധ്യത കുറവാണ് അല്ലേ? അപ്പോൾ അമിത്ഷാ മുന്നോട്ട് വെക്കുന്നൊരു മുദ്രാവാക്യമുണ്ട്, കോൺഗ്രസ് മുക്ത ഭാരതം. പിന്നെ
ഒരു സ്ഥലത്തൂടെ കോൺഗ്രസ് വരിക എന്നാൽ കോൺഗ്രസ് തിരിച്ചു വരിക എന്നുള്ളതാണ്. പിന്നെ അതിലൊക്കെ ഒരു ഞാൻ പറയും അപ്രിയമായ കാര്യങ്ങളാണ്, പക്ഷേ സത്യമുണ്ട്. കേരളത്തിൽ നാഷണൽ ഹൈവേ അടക്കമുള്ള പദ്ധതികളുടെ പ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കിയിരുന്നത് CPM ആയിരുന്നു. നമുക്കറിയില്ല, ആലപ്പുഴ ഹൈവേ, ആലപ്പുഴ ബൈപ്പാസ്, കൊല്ലം ബൈപ്പാസ്, ഹൈവേ മാറ്റിവെക്കുക, ഇത് രണ്ടും വരാതിരിക്കാൻ കഴിഞ്ഞ 10-40 വർഷമായിട്ട് തടസ്സമുണ്ടാക്കിക്കൊണ്ടിരുന്നത് CPM ആണ്. അദാനി ഗ്യാസ് ലൈൻ അല്ലേ, പൈപ്പ് ലൈൻ വരാതിരിക്കാൻ ഇവിടെ സമരം ചെയ്തത് ഇപ്പോൾ വ്യവസായ മന്ത്രി രാജീവ് ഉൾപ്പെടെയുള്ള CPMൻ്റെ ആളുകളായിരുന്നു. നാഷണൽ ഹൈവേയുടെ വീതി കൂട്ടലിനെ ഞങ്ങളുടെ ശവത്തിൽ ചവിട്ടിയെ കേരളത്തിൽ സാധിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞിരുന്ന ആരായിരുന്നു? VS അച്യുതാനന്ദൻ. പക്ഷേ ഇവർ അധികാരത്തിൽ വന്നപ്പോഴോ ഇവരെല്ലാവരും നടപ്പാക്കി. അപ്പോൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്ന എല്ലാ പദ്ധതികളും ചിലതൊക്കെ പേര് മാറ്റി അടിച്ചെടുക്കുമെങ്കിലും നടപ്പാക്കുന്ന, ഇന്ത്യയിലെ ഏറ്റവും നന്നായി നടപ്പാക്കുന്ന പ്രതിപക്ഷ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. PM ശ്രീ പദ്ധതി വരെ പിണറായി വിജയൻ ഒപ്പിട്ടില്ല. വിവരദോഷിയായ ബിനോയ് വിശ്വം ബഹളം ഉണ്ടാക്കിയപ്പം അത് നടപ്പാക്കുന്നത് ഒന്ന് മാറ്റിവെച്ചു എന്നേ ഉള്ളൂ. പക്ഷേ PM ശ്രീ പദ്ധതി ഒപ്പിടാൻ പിണറായി വിജയൻ സമ്മതിച്ചു. അപ്പോൾ കേന്ദ്ര സർക്കാർ രാജ്യത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഉണ്ടാക്കുന്ന വികസനങ്ങൾ നടപ്പാക്കാൻ തയ്യാറാവുന്ന ഒരു സർക്കാർ വരണോ, അതിനെ രാഷ്ട്രീയമായി അതിനെ അട്ടിമറിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ വിധ്വംസക പ്രവർത്തനത്തിൻ്റെ പിണിയാണുകളായി മാറുന്ന ഒരു സർക്കാർ വേണമോ എന്നൊരു ചോദ്യം കേന്ദ്ര BJP നേതൃത്വത്തിന് മുന്നിൽ ഉണ്ടാവില്ലേ? അങ്ങനെ വരുമ്പോൾ മുകളിലിരിക്കുന്ന ആൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ഭരിക്കട്ടെ എന്ന് തീരുമാനിച്ചാൽ കേരളം ആര് ഭരിക്കും? CPM, പിണറായി വിജയൻ ഭരിക്കും. ഇത് ഒരു സാധ്യതയാണ്, വിദൂര സാധ്യതയല്ല, പ്രായോഗികമായി നടക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ വിശകലനങ്ങൾ പലത് വരുന്നുണ്ട്, എല്ലാവരും കുട്ടിയും കിഴിച്ചിരിക്കുകയാണ്. പക്ഷേ ഇത്തരം പൊളിറ്റിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടെ നോക്കുമ്പോൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി CPM ആണ് മാറുന്നതെങ്കിൽ കേരളം CPM ഭരിക്കും. അപ്പോൾ മുകളിലിരിക്കുന്ന ആളുടെ ഇടപെടൽ വളരെ പ്രസക്തമാണ്. ഒപ്പം 6 സ്വതന്ത്ര MLA മാരും തീരുമാനിക്കും. ഇതാണ് എനിക്ക് നമ്മുടെ റിവ്യൂവിൻ്റെ ഒരു രണ്ടാം ഘട്ടം. ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, പറഞ്ഞിട്ട് പിന്നൊന്നും പറഞ്ഞില്ലല്ലോ എന്ന്. പിന്നെ നമ്മൾ പറഞ്ഞു, ചില മണ്ഡലങ്ങൾ പറഞ്ഞു. ആദ്യം BJP ജയിക്കുന്ന 5 മണ്ഡലങ്ങൾ ഏതാണെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഇത് പറയുന്ന 5 എണ്ണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതൊരു കേരളത്തിൽ ഇതുവരെ നമ്മളാരും കണ്ടിട്ടില്ലാത്ത ഒരു രാഷ്ട്രീയ പരീക്ഷണത്തിനുള്ള അവസരമായി ഈ തിരഞ്ഞെടുപ്പ് മാറുമെന്നുള്ള വിലയിരുത്തൽ ശക്തമാണ്. നമ്മളും ആ വിലയിരുത്തലിൻ്റെ ഭാഗമാണ്. അപ്പോൾ കേരളത്തിൽ പിണറായി ഭരിക്കുന്ന ഒരു സാഹചര്യം തള്ളിക്കളയാൻ പറ്റില്ല. മീഡിയ പ്രൊപ്പഗാൻഡ ആണ് UDF വരുമെന്നുള്ളത്. UDF വരില്ല എന്ന് 100% ഒന്നും പറയാൻ നമ്മളാളല്ല. കാരണം ജനങ്ങളാണ് വോട്ട് ചെയ്തത്. വോട്ട് ഈ വോട്ടിംഗ് മെഷീൻ ഉള്ളിൽ കിടക്കുകയാണ്. പക്ഷേ ഇപ്പം വേണമെങ്കിൽ നമുക്കും വളരെ കംഫർട്ടബിളായിട്ട് എല്ലാവരും പറയുന്ന പോലെ VD സതീശൻ അടുത്ത മുഖ്യമന്ത്രിയാണ്, അടുത്ത സർക്കാർ UDFൻ്റെ ആണെന്ന് പറയാം. പക്ഷേ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4Nനും കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.